ഇപ്പോൾ CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ വിജിലൻസിന്റെ ശുപാർശ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ഏറെ കാലമായി കേൾക്കുന്നതാണ്. വിദേശത്ത് അടക്കം പോയി വലിയ തോതിൽ ഫണ്ട് പിരിച്ചു, അതിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇപ്പോൾ വിജിലൻസിന്റെ ഒരു ശുപാർശ വന്നിരിക്കുന്നു. CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള വിജിലൻസിന്റെ ശുപാർശ. മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് വിജിലൻസ് കൈമാറിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, BD സതീശൻ ഇക്കാര്യത്തിൽ പരസ്പര വിരുദ്ധമായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊതുമണ്ഡലത്തിൽ നേരത്തെ വന്നു കഴിഞ്ഞതാണ്, തലത്തിൽ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒന്ന്, അദ്ദേഹം വിദേശത്ത് പോയി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണം പിരിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ അദ്ദേഹം ആധികാരികമായി പറയുകയുണ്ടായി. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം വിദേശത്ത് പോയി പണം പിരിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇവിടെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പണപ്പിരിവ് നടത്തുന്ന ദൃശ്യങ്ങൾ തെളിവ് സഹിതം അന്ന് നിയമസഭാംഗമായിരുന്ന ജെയിംസ് മാത്യു MLA തെളിവ് സഹിതം നിയമസഭയ്ക്ക് മുന്നാകെ കൊണ്ടുവരികയുണ്ടായി. പൊതുമണ്ഡലത്തിലെ ലഭ്യമാണ്. ഇങ്ങനെ നിയമപരമായിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്തത്. വിദേശത്തു നിന്ന് പണം ശേഖരിക്കാൻ കേരള സർക്കാരിന് പോലും അനുവാദമില്ല. കേരളത്തിലെ മന്ത്രിമാർക്ക് വിദേശത്ത് പോകാൻ പോലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. എന്നിട്ടും BD സതീശൻ അനധികൃതമായി വിദേശത്ത് പോയി കേരളത്തിലെ പ്രളയത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ച് പണം പിരിച്ചു. പിരിച്ച പണം എത്രത്തോളം കേരളത്തിൽ ചെലവാക്കി, ഏത് അക്കൗണ്ടിലൂടെ പണം പിരിച്ചു, ഇതെല്ലാം അദ്ദേഹം പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്താൻ ബാധ്യതപ്പെട്ടയാണ്. ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലും കണക്ക് വെളിപ്പെടുത്താനോ അതിന്റെ ആർക്കൊക്കെ ഗുണഭോക്താക്കളായി എന്ന് വെളിപ്പെടുത്താനോ തയ്യാറായില്ല. വയനാട് ഫണ്ട് എങ്ങനെയാണോ കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും അപഹരിച്ചെടുത്തത്, അതിന്റെ തുടക്കം, അതിന്റെ പാഠശാല പരവൂരിലെ അദ്ദേഹത്തിന്റെ പുനർജനി തട്ടിപ്പായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു, തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നാണയ നിയന്ത്രണ ചട്ടങ്ങളുടെ ലംഘനത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടത് ആരാണ്? അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് ആരാണ്? വിദേശ പണവുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഏത് കേസ് വന്നാലും CBI അന്വേഷിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് രക്ഷപ്പെടാനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗുരു കേന്ദ്രത്തിൽ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ CBI അന്വേഷിച്ചപ്പോഴാണ് സോളാർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതേ മാതൃകയിൽ കേന്ദ്രവുമായി BJPയുമായി ഒത്തുതീർപ്പുണ്ടാക്കി കൊടകരയിൽ എങ്ങനെയാണോ ED BJPയെ രക്ഷപ്പെടുത്തിയതുപോലെ രക്ഷ നേടാനാകും എന്ന തരത്തിലേക്ക് പോകാൻ BD സതീശന് അറിയാം. കേരള സർക്കാരിന്റെ അധികാരങ്ങൾ അക്കാര്യത്തിൽ പരിമിതമാണ്. അതുകൊണ്ട് സതീശൻ വെല്ലുവിളിക്കും, പിണറായിക്ക് എന്നെ എന്ത് ചെയ്യാൻ മേലെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, ഞാൻ അഴിമതിക്കാരനല്ലാത്തത് കൊണ്ടാണ്. അല്ല, വിദേശത്തു നിന്നാണ് പണം പിരിച്ചത്, അത് പോയി അന്വേഷിക്കാനുള്ള അധികാരം മോദിക്കാം. പക്ഷെ CBI KC വേണുഗോപാലിനെ രക്ഷപ്പെടുത്തിയതുപോലെ സോളാർ കേസിൽ KC വേണുഗോപാലിന് വളരെ വേഗത്തിൽ നീതി കൊടുത്തതുപോലെ BD സതീശന് വളരെ വേഗം നീതി കൊടുക്കുന്ന ഒരു കൂട്ടുകച്ചവടമാണ് നടക്കാൻ പോവുക. അതുകൊണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന് വേദിയൊരുങ്ങുന്ന മറ്റൊരു കച്ചവടാന്തരീക്ഷമാണ്. കാരണം കൊടകര കുഴൽപ്പണ കേസിൽ ED ഈ BJP നേതാക്കന്മാരെ രക്ഷപ്പെടുത്തിയിട്ടും ഇപ്പോഴും പിണറായി സർക്കാരിനെയാണ് ആക്രമിക്കുന്നത് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇത് വസ്തുതകൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. കേരള സർക്കാർ ഫലപ്രദമായി പ്രവർത്തിച്ചിരിക്കുന്നു. വസ്തുതകൾ മുഴുവൻ പൊതുമണ്ഡലത്തിലുണ്ട്. തുണയുണ്ടെങ്കിൽ മോദിയോട് പറയുന്നു, ഈ കേസ് നിങ്ങൾ കൈകാര്യം ചെയ്യണം, CBI ഉപയോഗിച്ച് കേസ് കൈകാര്യം ചെയ്യണം, നിയമാനുസരണം മുന്നോട്ട് പോകണം. ഞങ്ങൾ വെല്ലുവിളിക്കുന്ന സതീശനെയല്ല, ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് മോദിയാണ്, ഞങ്ങൾ വെല്ലുവിളിക്കുന്ന അമിത്ഷയാണ്. ശ്രീ അനിൽകുമാർ, ഈ വിദേശത്തു നിന്നുള്ള ഈ പിരിവിനെ സംബന്ധിച്ച് ഈ പുനർജനിയുമായി നമ്മൾ കേട്ടതാണ്. അതിനുശേഷം പിന്നീട് ഈ പറയുന്നത് പോലെ ഷാഫി പറമ്പിൽ, അതുപോലെ പിന്നെ രാഹുൽ മാങ്കൂട്ടം, ഇവരുടെ ഈ വിദേശ സന്ദർശനം വലിയ തോതിൽ ഒരു ചർച്ചയായിരുന്നു. പല സമയങ്ങളിലും വർഷങ്ങളിൽ പല പ്രാവശ്യം ഇവർ വിദേശത്തേക്ക് പോവുകയും ഇത്തരത്തിൽ അവിടെ പല രീതിയിലും ആൾക്കാരിൽ നിന്ന് സമ്പത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം കോൺഗ്രസിൽ നിന്നടക്കം ഉയർന്നു വന്നിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയം. അതുപോലെ അപ്പോൾ ഇതിലൊരു വലിയ ഒരു നല്ലൊരു ചെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് BD സതീശൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ഇങ്ങനെ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണം അന്തരീക്ഷത്തിൽ സജീവമായി തന്നെ ഉണ്ട്. ശ്രീ അനിൽകുമാർ, ഇല്ല, അന്തരീക്ഷത്തിലല്ല, തെളിവ് സഹിതം പുറത്തു വന്നതാണ്. ഒരു പേര് വിട്ടുപോയി. അത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള BK ഫിറോസാണ്.
തീർച്ചയായും. പി കെ ഫിറോസിന് ഒരു മാസത്തെ വരുമാനം എത്രയാണ്? ഒരു കൊല്ലത്തെ വരുമാനം എത്രയാണ്? അദ്ദേഹം കേരളത്തിൽ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് എത്ര കോടി രൂപയാണ് ഒരു കൊല്ലം കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്? അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല, അടഞ്ഞു കിടക്കുന്ന സ്ഥാപനം. ചുമ്മാ ഒരു ബോർഡും വെച്ച് രജിസ്ട്രേഷൻ ഉണ്ട്. എല്ലാ മാസവും കാറ്ററിംഗ് ആണ്, പണം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടുന്ന് വരുന്നു? ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ചന്ദ്രികയുടെ കള്ളപ്പണം വെളുപ്പിച്ച മുസ്ലിം ലീഗ് എങ്ങനെയാണോ BJPക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നത്, അതേപോലെ തന്നെ പി കെ ഫിറോസും അവരുടെ തടവറയിലാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ തടവറയിൽ നിൽക്കുന്ന ഈ കച്ചവടക്കാർ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായി വിശുദ്ധ പുരുഷന്മാരായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിറഞ്ഞാടുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നു കഴിഞ്ഞു. പി കെ ഫിറോസ് തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. ഇടതുപക്ഷത്തെ ഏതെങ്കിലും പ്രവർത്തകന് ഒരു മാസം 50 ലക്ഷം രൂപ കിട്ടിയാൽ ആരെങ്കിലും കിടത്തുവോ? ഓമനക്കുട്ടന്റെ 70 രൂപയ്ക്ക് കോലാഹലം ഉണ്ടാക്കിയ കേരളമല്ലേ? പി കെ ഫിറോസിന് 55 ലക്ഷം രൂപ മാസം വരുമാനം. എത്രയാ? എത്ര രൂപയാണ്? എത്ര കോടിയാണ്? ആരെങ്കിലും ഞെട്ടിയോ? എന്തെങ്കിലും വിവാദമുണ്ടായോ? പി കെ ഫിറോസും അതുപോലെ തന്നെ ഈ പേരുകാരുമെല്ലാം ഒറ്റ കളരിയിലാണ് കളിക്കുന്നത്. ഇത് ഒരേ പ്രവർത്തനമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ കേൾക്കൂ, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ദുബൈയിൽ പോകുന്നു. അവിടെ ചെന്നിട്ട് പണം പിരിക്കുന്നു. പണം പിരിക്കുന്നതിന് അവിടെ അദ്ദേഹം പ്രയോഗിക്കുന്ന വാദം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിൽ അധികാരം നേടാൻ ഉദ്ദേശിക്കുന്നത് 9.5 കൊല്ലമായി പ്രതിപക്ഷത്താണ്. എന്നിട്ടോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാനാണ് ഞങ്ങളുടെ യുദ്ധം. UDF നേതാവാണ് KM ഷാജി എന്ന് പറയുന്ന നേതാവാണ് മതം പറഞ്ഞ് ഒത്തുപിടിച്ചതിന് സ്ഥാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ദുബൈയിൽ പോയി മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി പണം പിരിക്കുന്ന ഒരു വേദിയിൽ കച്ചവടക്കാരോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിം ലീഗിന് പണം തരൂ, മുസ്ലിമിന് അധികാരം പിടിക്കാൻ. നമ്മുടെ നാട് കേട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടാത്ത കേരളത്തിലെ മതനിരപേക്ഷ മാധ്യമങ്ങളുണ്ട്, മതേതര മാധ്യമങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മീഡിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. UDF എന്ന് പറയുന്നത് തസ്കര സംഘമാണ്. അതിന്റെ നേതൃസ്ഥാനത്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉള്ളതെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വിരുദ്ധ വാദങ്ങൾ കൊണ്ട് പണ്ടേ തെളിഞ്ഞു കഴിഞ്ഞതാണ്. അതൊരു നിയമ വഴിയിലൊക്കെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാരാണ് പ്രതികരിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ അവിടെ കണ്ണടയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന്.